എല്ലാവർക്കും നമസ്കാരം. മാസത്തിന്റെ ആദ്യത്തിൽ നമ്മളിലേക്ക് പണം വരും അല്ലേ? എന്നാൽ 10-ാം തീയതി കഴിയുമ്പോൾ ഈ പണം എങ്ങോട്ട് പോയെന്ന് ഒരു പിടി ഉണ്ടാവില്ല. ഒരു പെട്ടെന്നൊരു ആവശ്യം വന്നാലോ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ 1 രൂപ പോലും എടുക്കാനുണ്ടാവില്ല അല്ലേ? മിക്ക സാധാരണ ആൾക്കാരുടെ അവസ്ഥ ഇതല്ലേ. വലിയ ശമ്പളങ്ങൾ വാങ്ങിക്കുന്ന ആൾക്കാർ മാത്രമല്ല പണക്കാരാവുന്നത് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള പണം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താൽ നമുക്ക് സാമ്പത്തിക വിജയം നേടാൻ കഴിയും. അതിനായി ലോകമെമ്പാടും ഉള്ള സാമ്പത്തിക വിദഗ്ധർക്ക് ഉപയോഗിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു വഴിയാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ദീപ്തി, സക്സസ് കോച്ച്, മൈൻഡ് പവർ കോച്ച് ആൻഡ് ഹിപ്നോട്ടിക് കൗൺസിലർ. അപ്പം നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങൾ ഫലപ്രദമായ വീഡിയോസാണ് ഞാൻ തരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ബട്ടൺ, ഇനിയും വരുന്ന വീഡിയോസ് കാണാൻ ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ട്രാഫിക് ലൈറ്റ് റൂൾ, അതിനെക്കുറിച്ചാണ്. നമ്മുടെ സമ്പത്തിനെ എങ്ങനെ നമുക്ക് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയും, ഈ ട്രാഫിക് ലൈറ്റ് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും എന്നതാണ് വളരെ വിശദമായി ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ ഈ ജീവിതത്തിൽ ഈ ഒരു റൂള് നടപ്പിലാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ, സക്സസ് ആയിട്ടുണ്ട്. അപ്പം അതിൽ ഒന്നാമത്തെ ലൈറ്റാണല്ലോ ചുവപ്പ്. ട്രാഫിക് ലൈറ്റിൽ ഒന്നാമത്തെ നിറം ചുവപ്പല്ലേ. അപ്പോൾ ഈ ചുവപ്പ് ലൈറ്റ് കണ്ടാൽ എന്താണ്? വാഹനങ്ങൾ നിർത്തുക നിർബന്ധമാണ്. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ചിലവുകൾ ഉണ്ടാവുമല്ലോ, അതെല്ലാം ഈ ചുവപ്പ് ലൈറ്റിൽ നിന്നായിരിക്കും നമ്മളത് ചിലവാക്കേണ്ടത്. അതായത് നമുക്കിപ്പം വീട് വാടകയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ നമുക്കതിന് വാടക കൊടുക്കണം, ഇലക്ട്രിസിറ്റി ചാർജ്, കറണ്ട് ബില്ല്, കുട്ടികൾക്കുള്ള ഫീസ്, അതുപോലെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ, പിന്നെ EMI ഒക്കെ ലോൺ മറ്റു കാര്യങ്ങളൊക്കെ അടയ്ക്കുന്നവരാണെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. അതെല്ലാം നമുക്ക് ഈ ഒരു ലൈറ്റിൽ നിന്നാണ് എടുത്ത് മാറ്റി ചിലവാക്കേണ്ടത്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ 50% ഇതിനായി നമ്മൾ ഉപയോഗിക്കണം. നമുക്ക് ആവശ്യത്തിനല്ലാതെ മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതിനകത്ത് 1 രൂപ പോലും നമ്മൾ എടുക്കാൻ പാടില്ല. അടുത്തതാണ് മഞ്ഞ ലൈറ്റ് കണ്ടാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? വാഹനം ഒന്ന് എടുക്കാൻ എന്ന് തയ്യാറാണോ? എടുത്തോ ഇല്ല എന്നെങ്കിൽ ജസ്റ്റ് എടുക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറേ ആഗ്രഹങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ അതുപോലെയൊക്കെ നമ്മുടെ സന്തോഷ നിമിഷങ്ങളൊക്കെ നമുക്ക് വേണ്ടി പണം ആവശ്യമാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു യെല്ലോ ലൈറ്റ് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത്. അതായത് നമ്മൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ കിടന്ന് ജോലി ചെയ്താൽ പോരല്ലോ അല്ലേ. അപ്പം നമുക്ക് നമ്മുടെ കുടുംബവും മൊത്തം ഒരു ദിവസം പുറത്ത് പോയി ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ സിനിമയ്ക്ക് പോവാം, അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹമുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കാം, അതുപോലെ തന്നെ കുടുംബവും മൊത്തം ഒന്ന് ട്രിപ്പ് പോവുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഈ ഒരു പണം ഉപയോഗിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഓർക്കുക, നമ്മുടെ വരുമാനത്തിന് 30% കൂടുതലും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാതിരിക്കാം. മിനിമം 30% മാത്രമേ, അതിനിടയ്ക്ക് മാത്രമേ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം നെക്സ്റ്റ് നിറമാണ് പച്ച. ട്രാഫിക് ലൈറ്റിലെ 3ാമത്തെ നിറവും അവസാനത്തെ നിറവുമാണല്ലോ പച്ച. അപ്പോൾ പച്ച ലൈറ്റ് കണ്ടാൽ നമ്മൾ എന്താണ് ചെയ്യുക? വാഹനം എടുത്ത് മുന്നോട്ടേക്ക് പോകാം അല്ലേ. അപ്പോൾ അതേപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവിക്കുള്ളൊരു ഗ്രീൻ സിഗ്നലാണ് ഇതെന്ന് പറയുന്നത്. അതായത് ഇത് നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു 20% നമ്മൾ ഭാവിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അപ്പം നമുക്കറിയാം, കുട്ടികളുടെ വിദ്യാഭ്യാസം വരുന്നുണ്ട്, അതുപോലെ തന്നെ അവരുടെ വിവാഹം, അല്ലെങ്കിൽ നമുക്ക് വീട് വാങ്ങണമെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്നൊരു ജോലി നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് കഴിയണമല്ലോ, അതിന് വേണ്ടിയൊരു ബാക്കപ്പായിട്ടൊക്കെ നമുക്ക് ഈ ഒരു പണം ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഇത് നമ്മളെ കയ്യിൽ വെറുതെ വെച്ചിരിക്കുകയോ അല്ലെങ്കിൽ ബാങ്കിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പണം പെരുകില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ചെറിയ ചിട്ടികൾ കൂടുക, അതുപോലെ തന്നെ നമ്മുടെ ഗോൾഡ് പോലൊക്കെയുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ വാങ്ങിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ അത് വാങ്ങിച്ചു വെക്കുക. അതുപോലെ പഠിച്ചതിന് ശേഷം മ്യൂച്വൽ ഫണ്ട് പോലുള്ള അവിടെയൊക്കെ ചെറിയ നിക്ഷേപങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നമ്മളിലേക്ക് പണത്തെ ആകർഷിക്കുന്നു. അത് വളരെ ഒരു മാജിക് ആൻഡ് വണ്ടർഫുൾ ആയിട്ട് ടെക്നിക്കാണ്. നമുക്ക് നിങ്ങളത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ആ ട്രാഫിക് റൂള്. അപ്പം ഇത് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ടൊക്കെ തോന്നാം, പക്ഷേ നിങ്ങളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, നിങ്ങളത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മാജിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരിക്കലും നിങ്ങൾക്ക് പണത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഇനി മുതൽ അടുത്ത മാസം നിങ്ങൾ പൈസ വാങ്ങിക്കുമ്പോൾ ഈ 50, 30, 20 എന്ന് പറയുന്ന ആ ഒരു റൂളൊന്ന് മനസ്സിലെടുത്ത് ചെയ്തു നോക്കും. നിങ്ങൾക്കത് വിജയിക്കാൻ കഴിയും. അപ്പം നമ്മുടെ ഈ ഒരു ചാനലിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻസുകളും രേഖപ്പെടുത്തുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഉപകാരപ്രദമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്